ഹലോ ഗായ്സ്, അപ്പോൾ കൊടൈക്കനാൽ സീരീസിൻ്റെ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പഴനിയിൽ നിന്ന് നേരെ കയറി ഇനി പോകുന്നത് നമ്മൾ നേരെ കൊടൈക്കനാലിലേക്കാണ്. അപ്പോൾ പോകുന്ന ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കൊടൈക്കനാലിനെ പറ്റി ഒരു ബ്രീഫായിട്ട് പറഞ്ഞുതരാം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2225 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു കൊടൈക്കനാൽ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ 19 ഹെയർ പിൻ ബെൻഡുകൾ കടന്നിട്ട് വേണം നമുക്ക് കൊടൈക്കനാലിലെത്താൻ. ഈ 19 ഹെയർ പിൻ ബെൻഡുകളും കടന്ന് നമ്മൾ ഈ കൊടൈക്കനാലിലെത്തി. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ, അതെ, സിൽവർ കാസ്കേഡ് വാട്ടർഫോൾസ്. പ്രകൃതി നമുക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ചൊരു വരദാനം എന്ന് പറയാം. കൊടൈക്കനാലിലെ ഈ ഒരു തണുപ്പും പ്രകൃതി രമണീയമായ കാഴ്ചകളും എല്ലാം നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂയിലേക്ക് പോകാം. നമ്മൾ ഏകദേശം ഈ ഒരു സ്ഥലത്ത് എത്തിയ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിട്ട് 4 മണിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാനും പറ്റിയിട്ടില്ല. റൂം കിട്ടാതെ വരുമോ, അങ്ങനെ സീസൺ ടൈം ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് വ്യൂസ് നമുക്ക് കാണാം. ബംഗാളി തന്നെ വാട്ടർഫോൾസ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂം എടുക്കണം. ഈ ഒരു പോക്ക് അങ്ങോട്ടേക്കാണ്. നമുക്ക് ഏകദേശം ലേക്കിനോട് അടുപ്പിച്ച് റൂം കിട്ടി. ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ബാർഗെയിൻ ചെയ്തതിന് ശേഷം കുഴപ്പമില്ലാത്ത രീതിയിൽ റൂം നമുക്ക് കിട്ടി. അപ്പോൾ ആ റൂമിൻ്റെ ഡീറ്റെയിൽസ് പുറത്തുനിന്നുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, ഉള്ളിലേക്കുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതും കൂടി ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു സ്റ്റാൻഡേർഡ് റൂമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ റൂമിലെത്തി കുറച്ച് നേരം നല്ലോണം റെസ്റ്റ് എടുത്തു. കാരണം ഒരുപാട് ടൈം യാത്ര ചെയ്തുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ക്ഷീണം കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി വിശപ്പാണ്. അപ്പോൾ വിശപ്പിനുള്ള മരുന്നും തേടി പിന്നെ നമ്മളങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. തമിഴ്നാട്, അതായത് കൊടൈക്കനാൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി കിട്ടുന്നു കിട്ടി. അപ്പോൾ നമ്മൾ നേരെ ഇറങ്ങി അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് കയറി. അവിടെ നല്ല അടിപൊളി ബിരിയാണി കിട്ടി. സാധാരണ ഇങ്ങനത്തെ ഫുഡൊന്നും ചക്കര കഴിക്കാത്തതാണ്, പക്ഷേ എന്തോ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ടോ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് കൊണ്ടോ എന്തോ അറിയില്ല, ഫുള്ളും കഴിച്ചു. ചക്കര ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന ആദ്യമായിട്ടാണ്, അതും പുറത്ത് പോയിട്ട്. എന്തായാലും ഫുഡ് സൂപ്പർ ഫുഡായിരുന്നു. അതും കഴിച്ച് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം രാത്രിയായി. ഇനിയിപ്പോൾ അധികം സ്ഥലമൊന്നും കവർ ചെയ്യാല്ലാത്തത് കൊണ്ട് തന്നെ രാത്രി നമ്മൾ ലേക്കിലേക്ക് അങ്ങ് പോയി. കൊടൈക്കനാൽ ലേക്ക് ഫേമസ് ആണ്. സൈക്കിൾ ഓട്ടാനൊന്നും ഒന്നുമില്ല, ചെറിയൊരു ബാക്ക് പെയിൻ്റ് ഇഷ്യൂ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ കൊടൈക്കനാൽ മാർക്കറ്റും അതുപോലെ ലേക്കും ഒക്കെ ഒന്ന് ജസ്റ്റ് റൗണ്ട് അപ്പ് ചെയ്തു. ജസ്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തു. രാത്രിത്തേക്കുള്ള ഫുഡും അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ, അതായത് പാർട്ട് 2, നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യാണ്. രാത്രി ഇവിടെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു ഗായ്സ്. നമ്മൾ ലോഡ് പർച്ചേസ് ചെയ്തു, കുറേ പർച്ചേസ് ചെയ്തു. ഞാനൊരു സാർക്കാണേ മക്കളെ, അതാ വന്നിട്ടാണ്. ഇതാണ് ഗായ്സ് നമ്മൾ താമസിച്ച റൂം. പർച്ചേസൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് നമ്മൾ രാത്രി റൂമിലേക്ക് കയറുക. ഗായ്സ്, നമ്മളെ രാത്രിയത്തെ ഫുഡാണിത്. ചക്കര നമ്മുടെ കുക്കറിൽ ഗ്യാസ് അടുപ്പിൽ ഫുഡൊക്കെ ഉണ്ടാക്കി, ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി
കഴിക്കാനുള്ള പരിപാടിയാണ്. ഷവായ കഴിച്ചു കഴിക്കാനുള്ള പരിപാടിയാണ്. കഴിക്കുമ്പോൾ കാണാം.